പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാന്യേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ പോലും കണ്ടില്ല. പക്ഷേ എന്നെ പുറകിൽ നിന്നൊരു വ്യക്തി വന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഇറങ്ങി പള്ളിയുടെ പുറത്തേക്ക് വന്നു. ആ വ്യക്തി എൻ്റെ കയ്യിൽ ഒരു പൊതിക്കെട്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് ആദ്യം വരുന്ന അർഹിക്കുന്ന ഒരു പാവങ്ങൾക്ക് ഇത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. ഞാനത് അതുപോലെ തന്നെ എൻ്റെ മുറിയിൽ വെച്ചു. ആ വ്യക്തി പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം വളരെ അർഹിക്കുന്നതെന്ന് തോന്നിയ ഒരു വ്യക്തി കടന്നു വന്നു. ചികിത്സാ സഹായത്തിനായിട്ടാണ്. സാമ്പത്തിക സഹായം എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തുക എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, എന്നെ ഒരു വ്യക്തി ഏൽപ്പിച്ച പണം അതുപോലെ നിന്നെ ഏൽപ്പിക്കുന്നു, നീ അത് ഉപയോഗിച്ച് നിൻ്റെ ചികിത്സ നടത്തിക്കൊള്ളുക. ആ വ്യക്തി അത് മേടിച്ചുകൊണ്ട് പോയി. ഞാനും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു, ദൈവം ഇത് അർഹിക്കുന്ന വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ കൊടുത്ത എനിക്കും ഒരു കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി നന്ദി പറയുന്നതിനായി ദേവാലയത്തിൽ വന്നു. അവർ പറയുകയായിരുന്നു, 2 ആഴ്ചയായി ആശുപത്രി പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പണം കയ്യിലില്ല. പരിചയക്കാരെല്ലാവരോടും നേരത്തെ ചോദിച്ച് പൈസ അതിനു മുമ്പ് തന്നെ വാങ്ങിയിരുന്നു, അവിടെ ചോദിക്കാൻ മടിയുണ്ട്. പിന്നെ ഒരു നിവൃത്തിയേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവസന്നിധി പോയി പ്രാർത്ഥിക്കുക, ബലിയർപ്പിക്കുക. അവരടുപ്പിച്ച് അവരുടെ ഇടവക ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചിരുന്നു. അങ്ങനെ വന്നാണ്. എന്നാൽ എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കാണ്ട് അവർക്ക് തോന്നിയത്, അവർ വരികയും അവർക്ക് വേണ്ടി ദൈവം ഒരു കരുതലായി പണം കരുതി വയ്ക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്തവ ജീവിതത്തിൽ ദാരിദ്ര്യം അത് ഒരുപക്ഷെ എല്ലാവരും തന്നെ അനുഭവിക്കുന്നവരാണ്. എത്ര പണമുള്ളവർക്കും ചില അത്യാവശ്യ സമയങ്ങളിൽ പണം കയ്യിലുണ്ടായി എന്ന് വരില്ല. അപ്പോൾ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായത്താലാണ് അവർ ഈ ഭൂമിയിൽ നിലനിൽക്കുക. അതുകൊണ്ടാണ് വചനം പറയുക, നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 11-ാം തിരുവചനം, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും, ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അതെ, ദൈവഹിത പ്രകാരം നമ്മുടെ ഈ ദൈവം കൂടുതൽ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആവശ്യ നേരത്തെ സഹായിക്കുവാനും കണ്ടറിഞ്ഞ് സഹായിക്കുവാനും ഇടയാകുമ്പോഴാണ് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി തീരുക. അത് നമുക്കിടയാകണം. നമ്മൾ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ വചനം പ്രാവർത്തികമാകുന്നവരും ആകട്ടെ. ദിവ്യകാരുണ്യനാഥ, അതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയുടേതാണ്, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹീതരാകേണ്ടവരാണ്. കുറവുകളുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കളെ, സമ്പത്തുള്ള ഞങ്ങൾ, ദൈവം കൈ തുറന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങൾ പങ്കുവെച്ച് അവരെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ച് അതുവഴി ഞങ്ങൾ സ്വർഗത്തിന് അർഹരാകേണ്ടവരാണ്. അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഈ നിയോഗത്തിൻ്റെ വിശുദ്ധീകരണത്തിനായി ദിവ്യകാരുണ്യനാഥൻ തന്നെ കരനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.